കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം ഏതാണെന്ന് ചോദിച്ചാൽ പഴമക്കാർ പറയും അത് 99 വെള്ളപ്പൊക്കമാണെന്ന്. നഷ്ടക്കണക്കുകൾ രേഖപ്പെടുത്താൻ സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന അക്കാലത്ത് അതിജീവിച്ചവരുടെ ദുസ്വപ്നം പോലുള്ള ഓർമ്മകളിലും അവർ പകർന്നു നൽകിയ നൊമ്പരപ്പെടുത്തുന്ന കഥകളിലും മാത്രമായിരുന്നു കണക്കുകൾ ഉണ്ടായിരുന്നത്. ആ വെള്ളപ്പൊക്കം അവരുടെ ജീവിതത്തെയും രണ്ടായി മുറിച്ചു. വെള്ളപ്പൊക്കത്തിന് മുൻപും ശേഷവും. ആ 99-ന് ഈ വർഷം 100 വയസ്സ് തികയുകയാണ്. കായൽ ഭൂമിയായ കുട്ടനാടിനെയും സമുദ്രനിരപ്പിൽ നിന്ന് 6500 അടി ഉയരമുള്ള മൂന്നാറിനെയും മുക്കിയ പ്രളയത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മൂന്നാറിനെ മുക്കിയെന്നല്ല, ഒന്നാകെ തുടച്ചു നീക്കിയെന്ന് വേണം പറയാൻ. അങ്ങനെയാണ് 99-ലെ വെള്ളപ്പൊക്കത്തിന്റെ കഥ. അത് മൂന്നാറിന്റെയും കഥയാണ്. ഇന്ന് നമ്മൾ കാണുന്ന മൂന്നാറല്ല അന്ന്. റെയിൽപാതയും റെയിൽവേ സ്റ്റേഷനും റോപ്പ് വേയും റോഡുകളുമുള്ള മൂന്നാർ. ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, ടെലിഫോൺ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങളുമായി ഒരു പട്ടണം. ആ മൂന്നാറാണ് പ്രളയത്തിൽ ഇല്ലാതായത്. ജൂലൈ പകുതിയോടെ മൂന്നാറിലും കാലവർഷം ശക്തി പ്രാപിച്ചു. 9 ദിവസം തോരാ മഴ പെയ്തു. മനുഷ്യനിർമ്മിത അണക്കെട്ടുകൾ ഇല്ലാതിരുന്ന മലയിടുക്കുകളിൽ പ്രകൃതി അണക്കെട്ട് കെട്ടി. കുത്തിയൊലിച്ചു വന്ന മരങ്ങൾ ഉൾപ്പെടെ ചേർന്ന് സ്വാഭാവിക ബണ്ടുകൾ ഉണ്ടായി. ഉരുൾപൊട്ടി ഒഴുകിയ മരങ്ങൾ അടിഞ്ഞുകൂടി ഇന്നത്തെ മാട്ടുപ്പെട്ടി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നിടത്ത് ബണ്ട് രൂപപ്പെട്ടതിലാണ് പ്രളയത്തിന്റെ തുടക്കം. ഉരുൾപൊട്ടിയ ജലം ഇതിൽ തങ്ങി നിന്നു. ഭാരം താങ്ങാനാവാതെ ബണ്ട് തകർന്നു. ഇരച്ചെത്തിയ പ്രളയജലം തുടച്ചു നീക്കിയത് പഴയ മൂന്നാർ പട്ടണത്തെയാണ്. ഇപ്പോഴത്തെ ഹെഡ്വർക്ക് ഡാമുള്ള സ്ഥലത്ത് മറ്റൊരു ബണ്ട് രൂപപ്പെട്ടതിൽ നിന്ന് രണ്ടാം പ്രളയമുണ്ടായി. മലമുകളിൽ നിന്നും മഴവെള്ളം ഇതിലേക്ക് ഒലിച്ചിറങ്ങി. പഴയ മൂന്നാറിന് സമീപത്ത് 1000 ഏക്കറോളം സ്ഥലം തടാകമായി മാറി. ടീ ഫാക്ടറിയും വർക്ക്ഷോപ്പും കണ്ണൻദേവൻ കമ്പനിയുടെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറും മുങ്ങിപ്പോയി. 6-ാം ദിവസം ബണ്ട് പൊട്ടി. പള്ളിവാസലിൽ 200 ഏക്കറോളം ഒറ്റയടിക്ക് ഒഴുകിപ്പോയി. 150 അടി ഉയരത്തിൽ വെള്ളച്ചാട്ടം രൂപപ്പെട്ടു. മൂന്നാറിന് 10 കിലോമീറ്റർ ചുറ്റളവിലാണ് വെള്ളം പൊങ്ങിയത്. പലവട്ടം ഉരുൾപൊട്ടലും വെള്ളപ്പാച്ചിലും ഉണ്ടായി. നദികൾ ഗതി മാറി ഒഴുകി. പ്രകൃതി ഭംഗിയെയും പ്രളയം കവർന്നു. കരിന്തിരി മലയും പഴയ ആലുവ മൂന്നാർ രാജപാതയും ഒലിച്ചുപോയി. മൂന്നാറിലെ റെയിൽപാളങ്ങൾ തകർന്നു. വീടുകളും അപ്പാടെ ഒഴുകിപ്പോയി. 2 ആഴ്ചയ്ക്ക് ശേഷമാണ് മൂന്നാറിൽ നിന്ന് പ്രളയജലം പൂർണ്ണമായും ഇറങ്ങിയത്. പിന്നീട് പഴയ മൂന്നാറിൽ നിന്നും 1 കിലോമീറ്റർ അകലെ നിർമ്മിച്ചതാണ് ഇന്നത്തെ മൂന്നാർ പട്ടണം. പ്രളയത്തിൽ ഒലിച്ചുപോയ പഴയ കൊച്ചി മൂന്നാർ റോഡിന്റെ സ്ഥാനത്ത് പുതിയ റോഡ് വന്നു. എന്നാൽ മൂന്നാറിലെ റെയിൽപാത പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നില്ല. മൂന്നാറിനെ മാത്രമല്ല, അന്നത്തെ തിരുവിതാംകൂറിലും മലബാറിലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. 20 അടിയോളം ഉയരത്തിൽ വെള്ളമുയർന്നു. ആലപ്പുഴ മുഴുവനായും എറണാകുളം ജില്ലയുടെ 3/4 ഭാഗവും വെള്ളത്തിൽ മുങ്ങിയതായി പറയുന്നു. പുഴകളിലൂടെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മൃതദേഹങ്ങൾ ഒഴുകി നടന്നു. എറണാകുളം, തൃശൂർ, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലാണ് ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടായത്. കോഴിക്കോട് ചാലിയാറും കടലുണ്ടിപ്പുഴയും കരകവിഞ്ഞൊഴുകി. കല്ലായിപ്പുഴ പാലത്തിന്റെ ഗാർഡറുകൾ മുങ്ങി. റെയിൽപാളങ്ങൾ തകർന്ന് ട്രെയിൻ ഗതാഗതം നിലച്ചു. ഉയർന്ന പ്രദേശങ്ങളിൽ പോലും വെള്ളം കയറി. കൃഷി നശിച്ചു. നിലമ്പൂർ കോവിലകത്തെ 2 ആനകൾ ഒഴുകിപ്പോയതായി പറയുന്നു. പാലങ്ങൾ പലതും തകർന്നു. താമരശ്ശേരി, പെരിയ, നാടുകാണി ചുരങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായി. കല്ലായിയിലെ തടി ഡിപ്പോകളിൽ നിന്ന് ലക്ഷങ്ങളുടെ തടികളാണ് ഒഴുകിപ്പോയത്. കുട്ടനാട്ടിലെ സ്ഥിതി ഭീകരമായിരുന്നു. വേമ്പനാട്ട് കായലിൽ തുടങ്ങി തോടുകളിൽ വരെ വെള്ളമുയർന്നു. ജനവാസ മേഖലകൾ വെള്ളത്തിനടിയിലായി. കിഴക്കൻ നദികളിൽ നിന്ന് പ്രളയജലം ഒഴുകിയെത്തി. കടൽക്ഷോഭം മൂലം കടൽ വെള്ളം തിരിച്ചു കയറാൻ തുടങ്ങി. അക്ഷരാർത്ഥത്തിൽ കുട്ടനാട് മുങ്ങാൻ തുടങ്ങുകയായിരുന്നു. 20-ാം നൂറ്റാണ്ടിലെ മഹാപ്രളയമാണ് 99-ലേത്. മരിച്ചവരുടെ എണ്ണവും നാശനഷ്ടവും കൃത്യമായി രേഖപ്പെടുത്താനുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അന്ന്. പ്രളയത്തിൽ എത്ര പേർ മരിച്ചെന്നോ എത്ര കോടിയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചെന്നോ കൃത്യമായ കണക്ക് ആർക്കും അറിയില്ല. വാർത്തകളും പ്രളയത്തെ അതിജീവിച്ചവരുടെ ഓർമ്മകളും മാത്രമാണ് അവശേഷിക്കുന്നത്. മരണത്തിൽ ഒതുങ്ങുന്നതായിരുന്നില്ല നാശനഷ്ടങ്ങളുടെ കണക്ക്. 1924-ലെ ഈ മഹാപ്രളയം നടക്കുന്ന അതേ വർഷം തന്നെയാണ് വൈക്കം സത്യാഗ്രഹവും നടന്നിരുന്നത്. 99-ലെ പ്രളയവും 2018-ലെ പ്രളയവും സംഭവങ്ങളും ഒക്കെയായി ഒരു സാമ്യം ശ്രദ്ധേയമാണ്. ഒന്ന് 1924-ന് സമാനമായ വെള്ളപ്പൊക്കമാണെങ്കിൽ മറ്റൊന്ന് വൈക്കം ക്ഷേത്ര വഴികളിലെ അവർണ പ്രവേശനം. അതുപോലെ തന്നെയാണ് ശബരിമല ക്ഷേത്രത്തിലെ യുവതീ പ്രവേശനം. 2018-ലെ വെള്ളപ്പൊക്കത്തിന്റെ വലിപ്പവും അത് സൃഷ്ടിച്ച കെടുതികളും 1924-നേക്കാൾ കൂടുതലായിരുന്നു. പ്രകൃതിശാസ്ത്രപരമായ കാരണങ്ങളാലും ഭൂമിശാസ്ത്രപരമായ ദിശയും ഏറെക്കുറെ സമാനമായിരുന്നു.
രണ്ട് പ്രളയങ്ങളുടെയും വലിപ്പവും കെടുതിയും തമ്മിലുള്ള താരതമ്യം ഒഴിച്ചാൽ ഇവ രണ്ടും തമ്മിലുള്ള കാതലായ വ്യത്യാസം എന്താണ്? അത് അതിജീവനത്തിൻ്റെ കാര്യത്തിലാണ്. 1924 കാണാത്ത തരത്തിലുള്ള 2018 അതിജീവനം സാമ്പത്തികവും സാങ്കേതികവും ആശയവിനിമയ തലത്തിലും ഒക്കെ ആയിട്ട് നാം ഇക്കഴിഞ്ഞ ഒരു നൂറ്റാണ്ടോളം കാലം കൊണ്ട് കൈവരിച്ച വലിയ പുരോഗതി തീർച്ചയായും ഈ പ്രാവശ്യത്തെ അതിജീവനത്തെ വലിയ തോതിൽ സഹായിച്ചു. പക്ഷെ 2018 അതിനപ്പുറം വ്യത്യസ്തമാക്കുന്നത് അതിജീവനത്തിന് കേരളീയ സമൂഹം എല്ലാ വ്യത്യാസങ്ങളും മറന്ന് മുന്നിട്ടിറങ്ങി ആവേശകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രാഷ്ട്രീയപരമായും മതം, ജാതി, ലിംഗം, വർഗം എന്നിങ്ങനെയൊക്കെ എത്രയും ശിഥിലമായ കേരളീയ സമൂഹം ഈ പ്രളയത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നു. നമ്മുടെ ഈ ഐക്യം ലോകം മുഴുവൻ ആദരവോടെയാണത് ശ്രദ്ധിച്ചതും. കേരളത്തെ ആധുനീകരിച്ച പല മുന്നേറ്റങ്ങളുടെയും പാരമ്പര്യം ഈ ജനകീയ ഐക്യത്തിൽ നമ്മൾ കണ്ടു.